അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി അകമ്പൊരുളുകാരൻ പറയുന്ന ഒരു സംഗതി, ഖുർആൻ വചനങ്ങൾ പരസ്പരം വിശദീകരിക്കുന്നു എന്ന തത്വമാണ് ഈ വ്യാഖ്യാനത്തിന് അവലംബിച്ചിരിക്കുന്നത്. ഖുർആനിക സന്ദേശങ്ങളുടെ ആത്മാവ് നീതിയാണ്, ഏകമാനവികതയാണ് അതിൻ്റെ പ്രമേയം. മാനവികതയാണ് അതിൻ്റെ പ്രമേയം. മനുഷ്യൻ നീതിയുടെ കാവലാളാകണമെന്നാണ് തേട്ടം. സദാചാരനിഷ്ഠയും ധാർമ്മിക ചിന്തയും സൽക്കർമ്മങ്ങളുമുള്ള വ്യക്തികളെയും സമൂഹത്തെയും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഖുർആന് പരസ്പരം വിശദീകരിക്കുന്നു എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അകമ്പൊരുൾ എഴുതുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ അങ്ങനെ തന്നെയാണോ വസ്തുത? അല്ലെങ്കിൽ സംഭവിച്ചത് അങ്ങനെയാണോ? അല്ല എന്നതാണ് വസ്തുത. ഖുർആന് പരസ്പരം വിശദീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും പ്രവാചകന്മാരുടെ മൊത്തം പ്രവാചകത്വത്തെയും അതോടൊപ്പം ദൈവിക അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളുടെ സത്യസ്ഥിതിയെയും ഒക്കെ പറയുന്നതോടൊപ്പം ഖുർആൻ പറയുന്നൊരു സംഗതി, എല്ലാ കാലഘട്ടത്തിലും എല്ലാ ജനവിഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ലോകത്തേക്ക് മൊത്തത്തിൽ അവസാനമായി വന്നിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റി അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പോകുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് വിജയം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇതിൻ്റെ ഈ ഒരു തത്വത്തെ നിരാകരിച്ചുകൊണ്ടും അതിനെ അട്ടിമറിച്ചുകൊണ്ടുമാണ് അകമ്പൊരുളുകാരൻ മുമ്പോട്ട് പോകുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിച്ചാൽ ബോധ്യമാവുന്നൊരു സംഗതിയാണ്. ഖുർആൻ പരസ്പരം വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആന് വിശദീകരിക്കുന്നത് ഒന്ന് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം എന്നത്, ഇതിലയാൾ കത്തിവെച്ചു. രണ്ടാമത്തത് പ്രവാചകന്മാരുടെ പ്രവാചകത്വം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഖുർആനിൻ്റെ അവതരണത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഖുർആനിൻ്റെ അധ്യാപനത്തെയും ഇയാൾ അട്ടിമറിച്ചു. അത് വേണ്ടതില്ല, ഏത് വേദക്കാരനും അയാളുടെ വേദമനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്ന് ഇയാൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഖുർആൻ പരസ്പരം വിശദീകരിക്കുന്നു എന്ന ഖുർആൻ തന്നെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന അടിസ്ഥാന തത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന് നേർവിരുദ്ധമായിട്ടുള്ള സമീപനാണ് ഇവിടെ മുസ്തഫ കൈക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹദീസുകളുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാ ഹദീസും തള്ളിക്കളയില്ല, ഖുർആനിന് അനുകൂലമായിട്ടുള്ള ഹദീസെ സ്വീകരിക്കുകയുള്ളൂ. മാനവികതയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഈ മാനവികത മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവം, അത് ആരാണ് യഥാർത്ഥത്തിൽ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആദ്യമായിട്ട് മുസ്തഫ പ്രഖ്യാപിക്കണമാണോ ഇത്? യഥാർത്ഥത്തിൽ ഈ കാര്യം വിശുദ്ധ ഖുർആൻ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സൂറത്തു ഹുജറാത്തിൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില തആറഫു എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ കുടുംബങ്ങളും അല്ലെങ്കിൽ വംശങ്ങളും അല്ലെങ്കിൽ ജനതതികളും ആക്കി മാറ്റിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിങ്കൽ നിങ്ങളിൽ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് നിങ്ങളിൽ കൂടുതൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ മാനവികതയെ സംബന്ധിച്ച് വാചാലമാകുന്നുണ്ട് ഇവിടെ. ഇതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ്, നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളാണ്, ആദം മണ്ണിൻ്റെ സന്തതിയാണ്. എന്നിട്ട് പറഞ്ഞു ലൈസലി അറബിയൻ അല അജമിയൻ വലാലി അജമിയൻ അല അറബി, അറബിക്ക് അനറബിക്ക് അറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രാധാന്യമില്ല
തഖ്വ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ അല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം താനൊരു മാനവികത പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ പ്രവാചകനായിട്ട് അല്ലെങ്കിൽ പരിഷ്കർത്താവായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അകമ്പൊരുളുകാരൻ ചെയ്യുന്നത്. അതാവട്ടെ ഖുർആനിക വിരുദ്ധമായിക്കൊണ്ട് ആണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഖുർആന് പഠിക്കുന്നതിൻ്റെ ഇതിന് മാർഗദർശനം നൽകിയിട്ടുള്ളത് ആരാണ്? അദ്ദേഹം പറയുന്നത് ഖുർആനിനെ ഒരു ആധ്യാത്മിക ഗ്രന്ഥമായി പഠിക്കണമെന്ന്, അതൊരു മതഗ്രന്ഥമായി പഠിക്കരുത് എന്ന് എന്നോട് ഉപദേശിച്ചിട്ടുള്ളത് ഗുരു നിത്യ ചൈതന്യതിയാണ്. അതോടുകൂടിയാണ് എനിക്ക് ഖുർആൻ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ മനുഷ്യന് എന്താണ് ഖുർആൻ പറയുന്നതെന്ന് മനസ്സിലായില്ല എന്നും ഗുരു ചൈതന്യതി എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് നീങ്ങുന്ന ഖുർആനിൻ്റെ അധ്യാപനങ്ങളല്ല അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് താൻ ഖുർആൻ പഠിക്കാൻ പുനഃപഠനം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നാണല്ലോ ഇയാൾ പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ ആ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ചതിക്കുഴികൾ എത്രത്തോളം അപകടകരമാണ് എന്ന് അത് മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. അവിടെയാണ് അകമ്പൊരുളുകാരൻ മുന്നോട്ട് വെക്കുന്ന വിഗ്രഹപൂജയായാലും മറ്റ് ഏത് പൂജയായാലും അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെ ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളായി മാത്രമേ കാണേണ്ടതുള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇമാം ബുഖാരി അദ്ദേഹം ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ബുഖാരിയെ തെറി പറയുന്ന ആ ഒരു ഭാഗതയിൽ അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബുഖാരി തന്നെ പറയുന്നു, ഞാൻ പഠിച്ചിട്ടുള്ള ഹദീസുകളിൽ 1% മാത്രമേ ശരിയുള്ളൂ എന്ന് ബുഖാരി പറയുന്നു എന്ന് ബുഖാരിയുടെ പേരിലൊരു കളവും കൂടി അദ്ദേഹം പറയുന്നു. ഇതെവിടെയാണ് ഇമാം ബുഖാരി പറഞ്ഞത് താൻ പഠിച്ച ഹദീസുകളിൽ 1% സഹീഹുള്ളൂ എന്ന്? ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളെ ഇയാൾ തന്നെ ആറ്റിക്കുറുക്കി പറയുന്നൊരു സംഗതിയാണ് ഇമാം ബുഖാരി പഠിച്ച മനഃപ്പാഠമാക്കിയ ഹദീസുകളിൽ 1% ബുഖാരിയിലെ കവിഞ്ഞാൽ 1% വരൂ, അതുമാത്രമേ സഹീഹുള്ളൂ എന്നാണ് അതിലൂടെ ബുഖാരി പ്രഖ്യാപിക്കുന്നത് എന്ന് ഇയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തത്വമാണത്. അല്ലാതെ ഇമാം ബുഖാരി അങ്ങനെ വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി പറഞ്ഞിട്ടുള്ളത് ഞാൻ സഹിയായിട്ടുള്ള ഹദീസുകളൊക്കെ ഈ സഹീഹിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നല്ല, ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മുഴുവൻ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സഹീഹാണ് എന്നാണ് ഇമാം ബുഖാരി പറഞ്ഞത്. അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞതിൽ നിന്ന് നേർവിരുദ്ധമായി ഇമാം ബുഖാരി പറയാത്തൊരു സംഗതി അദ്ദേഹം പറഞ്ഞെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഹദീസിനെ തള്ളി പറയുന്ന രീതിയാണ് ഇവിടെ ഈ മനുഷ്യൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഖുർആനിന് വിശദീകരണം നൽകിയാൽ അതിലുള്ള എത്രമാത്രം സത്യം ഉണ്ടാവും? അവിടെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരികയാണ്. ഒരു മനുഷ്യൻ പറയാത്തൊരു സംഗതി, അതും ലോക മുസ്ലിങ്ങൾ ആദരിക്കുന്ന മഹാനായ ഇമാം ബുഖാരിയെ പോലുള്ള ഒരാൾ പറയാത്തൊരു സംഗതി അദ്ദേഹം പറഞ്ഞു എന്ന് കള്ളം പറയാം. ആ കള്ളം പറയാനുള്ള തെളിവെന്താണ്? അത് ഇയാൾ തന്നെ ഇമാം ബുഖാരി ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചു, ഈ ബുഖാരി സഹീഹിൽ ആയിരക്കണക്കിന് ഹദീസുകളെ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്ന് ഇമാം ബുഖാരി പറഞ്ഞതിൽ നിന്ന് നിഗമിച്ചെടുത്ത ഒരു നിഗമനം വെച്ചിട്ട് പറയാണ് ഇമാം ബുഖാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല, അവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ 1% ഞാൻ പഠിച്ച ഹദീസുകളിൽ സിഹായിട്ടുള്ളൂ എന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സഹീഹിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സഹീഹ് മാത്രമാണ്, എന്നാൽ സഹീഹായിട്ടുള്ള എല്ലാ ഹദീസും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി പറഞ്ഞത്. ഇതിനെ അടിമേൽ മറിച്ചിട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഒരു കളവ് ഇമാം ബുഖാരിയുടെ പേരിൽ ആരോപിക്കുന്നത്. എന്നിട്ട് താൻ പൂർണ്ണമായിട്ട് ഹദീസ് നിഷേധിക്കില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ ഇതിൽ ഹദീസിൻ്റെ വിവരണത്തിൽ ഞാൻ മുക്തനായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ അദ്ദേഹം ആളെ ഉദ്ധരിക്കാതെ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ സാഹിത്യ ചോരണം എന്ന് പറയുന്ന ഒരു സംഗതി നടത്തിക്കൊണ്ടാണ് ഇയാൾ ഹദീസുകൾ ഉദ്ധരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത.
കാരണം ഇയാൾ ഈ എടുക്കുന്ന ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഇസ്ലാമിക സമൂഹത്തിൽ ഹദീസ് ഉദ്ധരിച്ചു വരുന്ന രീതി, അത് ഒരാൾ മറ്റേ അയാളുടെ ഗുരുവിൽ നിന്ന് അയാൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്ന ഒരു ശൃംഖലയിലൂടെയാണ് ഹദീസ് ഉദ്ധരിച്ചു വരുന്നത്. അങ്ങനെ ഒരു ശൃംഖല ഇയാളുടെ കാലത്ത് നിന്ന് ലഭ്യമല്ല ഒരു സംഗതി. മറ്റൊന്ന്, ഇയാൾക്ക് വഹി ഇറങ്ങില്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ഇയാൾ എവിടെ നിന്നാണ് ഈ ഇതിൽ ഉദ്ധരിക്കുന്ന ഹദീസ് എടുത്തിട്ടുള്ളതെന്ന് അയാൾ പറയണമല്ലോ. അതയാൾ പറയില്ല. അത് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് തോന്നുന്നത് ഞാൻ ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്നോ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നിന്നോ ഒക്കെ എടുത്താൽ അത് അവർക്ക് ഒരു മാറ്റുകൂട്ടുന്ന സംഗതിയായി പോവുമല്ലോ, ജനങ്ങൾ അവരെ അംഗീകരിച്ച് പോകല്ലേ, ചിലപ്പോൾ എന്നോട് ചോദ്യം ചെയ്യും എന്ത് ഇമാം സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ഒക്കെ തള്ളിപ്പറയേണ്ടതാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ പിന്നെ അതിൽ നിന്ന് ഉദ്ധരിക്കണതിൻ്റെ ഔചിത്യം എന്താണെന്ന് ആളുകൾ ചോദിച്ചാൽ അതിന് മറുപടി അറിയാണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു വെട്ടിൽ വീണത് കൊണ്ട് മൂപ്പര് ഹദീസ് മോഷ്ടിക്കുന്നു. എന്നിട്ട് ആ ഹദീസ് ആരിൽ ഏത് കിതാബിൽ നിന്ന് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു എന്ന് പറയാതെ ഉദ്ധരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോരണം കൂടി അദ്ദേഹം തൻ്റെ ഈ ഗ്രന്ഥത്തിൽ നടത്തുന്നുണ്ട് എന്നതാണ് വസ്തുത.